നമസ്കാരം. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ പെൻഷൻ ലഭിക്കുന്നവരും നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിനായിട്ട് അക്ഷയ സെൻറ്ററുകൾ വഴി ഇപ്പോൾ ബയോമെട്രിക് വാർഷിക മസ്റ്ററിങ് നടത്തണമെന്ന് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അതുപോലെ തന്നെ എപ്പോൾ മുതലാണ് നമ്മൾ ഈ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത്, എത്ര രൂപയാണ് ഫീസ് തുടങ്ങിയ കൃത്യമായിട്ടുള്ള കാര്യങ്ങളടങ്ങിയ വിശദമായിട്ടുള്ളൊരു അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുകയും വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകൾ വഴിയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഈ പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ പൂർത്തീകരിക്കേണ്ടതാണ്. അതായത് ഈ 2024 ജൂൺ 25 മുതൽ 2024 ഓഗസ്റ്റ് 24 വരെയുള്ള കാലയളവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെൻഷൻ മസ്റ്ററിങ് ചെയ്തിരിക്കണം. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ പെൻഷൻ മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ അവർക്ക് തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് വേണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ ഒരു മസ്റ്ററിങ് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കുവാൻ. പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് 30 രൂപയാണ് ഫീസ് ഉണ്ടായിരിക്കുന്നത്. ഈ 30 രൂപ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് നൽകുകയും വേണം. ഇനി പെൻഷൻ വാങ്ങുന്നവർ കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ അവശതയൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ തന്നെ വീടുകളിൽ വന്ന് മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് സംവിധാനം ഏർപ്പെടുത്തും. 50 രൂപ നിങ്ങൾ അതിന് ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർ നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ വിവരം കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ അവർ നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും. വാർഷിക മസ്റ്ററിങ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ അറിയിക്കുന്നതിനായിട്ടാണ് ഈ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ വിരൽ പതിപ്പിച്ചുകൊണ്ടുള്ള ബയോമെട്രിക് വെരിഫിക്കേഷനിലൂടെയുള്ള മസ്റ്ററിങ് നടപടികൾ നടപ്പാക്കുന്നത്. ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെ ഈ ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്റ്ററിങ് പരാജയപ്പെടുന്ന വ്യക്തികൾ, അതായത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾ കൈവിരലൊക്കെ പതിപ്പിച്ച് ബയോമെട്രിക് ഡിവൈസിൽ അമർത്തുമ്പോൾ നിങ്ങളുടെ കൈരേഖകൾ അത് ആധാർ കാർഡിന് വേണ്ടിയിട്ടെടുത്ത ആ രേഖകളുമായിട്ട് ചേരാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ, അതായത് നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിങ് അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഹാജരാക്കിക്കൊണ്ട് ഈ മസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ബയോമെട്രിക് മസ്റ്ററിങ് അത് ഈ ബയോമെട്രിക് ഡിവൈസിലൊക്കെ അമർത്തുമ്പോൾ കൈരേഖകളൊക്കെ ആധാർ കാർഡിന് വേണ്ടി എടുത്ത രേഖകളുമായിട്ട് ചേരാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുവാനാണ് നിങ്ങൾ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. അത് പുതുക്കുന്ന കാര്യം കൂടി നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ഓർക്കേണ്ടതാണ്. ഇതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ അതിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മൾ ഈ ബയോമെട്രിക് ഡാറ്റ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് UIDAI നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 10 വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ബയോമെട്രിക്സ് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും പഴയ ഫോട്ടോ അതുപോലെ തന്നെ വിലാസത്തിലെ പൊരുത്തക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നേരിട്ടെത്തി കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചും അതുപോലെ തന്നെ ഈ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്കത് തിരുത്തലുകൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പുതുക്കിയ രീതിയിലുള്ള വിവരങ്ങൾ നിങ്ങളുടെ ആധാറിൽ ചേർക്കുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മസ്റ്ററിങ് പ്രക്രിയകളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുന്നവർ ശ്രദ്ധിക്കുക. അക്ഷയയിൽ നിന്നും മസ്റ്ററിങ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതുകൂടി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നൽകിയാൽ മാത്രം മതിയാകും. തുടർന്ന് നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാതെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോകുവാനായിട്ട് ആരും മറക്കാതിരിക്കുക. എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെൻഷൻ ID കാർഡ് ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ജൂൺ 25 മുതൽ പെൻഷൻ മസ്റ്ററിങ് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഉടൻ നൽകണമെന്ന CPMന്റെ നിർദ്ദേശം ഇപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ 1500 കോടി രൂപ കൂടി കടമെടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാനായിട്ട് വേണ്ടത് 900ഓളം കോടി രൂപയാണ്. അപ്പോൾ ഈ കടമെടുക്കുന്ന തുകയിൽ നിന്നും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതിനായിരിക്കും സർക്കാർ ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. അതായത് ജനുവരി മാസം കുടിശ്ശികയായിട്ടുള്ള പെൻഷനാണ് ഈ ജൂൺ മാസം വിതരണം ചെയ്യുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ ഉൾപ്പെടെ നമുക്കിപ്പോൾ 6 മാസത്തെ പെൻഷൻ 9600 രൂപയോളം ഒരാൾക്ക് വീതം കുടിശ്ശികയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ ഇനിയും മോശമാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യാനും അതുപോലെ തന്നെ കുടിശ്ശിക
ഘട്ടം ഘട്ടമായിട്ട് തന്നെ ഒഴിവാക്കി തീർക്കാനുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. കടപ്പത്രങ്ങളുടെ ലേലം ഈ ചൊവ്വാഴ്ച നടക്കുന്നതായിരിക്കും. ജൂൺ 26 മുതൽ തന്നെ വിതരണം ആരംഭിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പെൻഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക. പെൻഷൻ വിതരണ തീയതി സംബന്ധിച്ച അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക. വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.